ഹലോ വെൽക്കം ടു ഡേ 6. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പേജിൽ കിടന്നിട്ട് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ വേറെ പുതിയൊരു സ്ഥലം കാണാൻ പോവുകയാണ്. ഇത് 1-2 സ്ഥലമല്ല, ഞങ്ങൾ കാണുന്നത് 4 സ്ഥലം. അതിലെ ആദ്യത്തെ സ്ഥലമാണ് ന്യൂ മെക്സിക്കോ. ബൈ ദ വേ, ഞാൻ പറഞ്ഞൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഇന്നത്തെ ഞങ്ങളുടെ കളർ തീം സോളിഡ് കളേഴ്സ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാം എല്ലാവരും സോളിഡ് കളേഴ്സാണ് മാക്സിമം ഇടാൻ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ന്യൂ മെക്സിക്കോയുടെ ഫ്രണ്ടിൽ വെച്ച് ഫോട്ടോ എടുത്തു. എന്നിട്ട് ടിമ്മി നിങ്ങൾക്ക് ബാക്കി പറയും. ഹലോ, ഹായ്. ഇന്ന് നമ്മുടെ 6ാമത്തെ ദിവസമാണ് റോഡ് ട്രിപ്പിൻ്റെ. നമ്മളിന്ന് രാവിലെ ഇന്നലെ രാത്രിയിൽ അരിസോണയിലുള്ള പേജ് എന്ന് പറയുന്ന സിറ്റിയിലാണ് കിടന്നത്. അവിടുന്ന് രാവിലെ 7 മണിയായപ്പോൾ അല്ലെങ്കിൽ 8 മണിയായപ്പോൾ നമ്മൾ അവിടുന്ന് വിട്ടു. അങ്ങനെ നമ്മൾ ഉച്ചയോടുകൂടി നമ്മൾ 4 സ്റ്റേറ്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമായ 4 കോർണേഴ്സ് മോണുമെൻറ്റ്, അതായത് അരിസോണ, കൊളറാഡോ, യൂത്ത ആൻഡ് ന്യൂ മെക്സിക്കോ, അങ്ങനെ 4 സ്റ്റേറ്റുകൾ ഒന്നിക്കുന്ന ഒരു പോയിൻ്റായ 4 കോർണേഴ്സ് മോണുമെൻറ്റിൽ എത്തി. അങ്ങനെ ഞങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയും അരിസോണയും കൊളറാഡോയും യൂറ്റായും ചേരുന്ന ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ ഒരു 2.5-2.25 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ടെലുറൈഡ് എന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 15 മൈലുണ്ട്. ടെലുറൈഡിന് പോകുന്ന വഴിയിൽ നമ്മൾ ഒരു പീക്കായിട്ടുള്ള ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു സൈറ്റിൽ നിർത്തിയതാണ്. ഇതിപ്പോൾ നമ്മളുള്ളത് 9600 ഫീറ്റ് ഹൈറ്റിലാണ്. സീ ലെവലിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ആ കൊളറാഡോയിലുള്ള മൗണ്ടൻ റേഞ്ചസ്. അത് ഇഷ്ടംപോലെയുള്ള ഫോഗ്, തണുപ്പ്. ഇപ്പോൾ 58 ഡിഗ്രി ഫാരൻഹീറ്റാണ്. എല്ലാം നല്ല പച്ചപ്പുള്ള മലനിരകളും ഫോഗ് ആണെങ്കിൽ നമ്മുടെ വാഗമൺ, മൂന്നാർ പോലെയുള്ള ഫോഗ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ ആ ഉയരത്തിൽ കാണുന്നത് പോലെയുള്ള മൗണ്ട് വിൽസൺ, അതായത് 14,246 അടി ഉയരത്തിലുള്ള മൗണ്ട് വിൽസൺ. അതിൻ്റെ ഇപ്പുറത്തെ സൺഷൈൻ മൗണ്ടൻ, അത് 12,930 ഫീറ്റ് മുകളിലാണ്. അതിന് അടുത്ത് വിൽസൺ പീക്ക് എന്ന് പറയുന്ന പീക്കാണ്. അത് 14,017 അടി ഉയരത്തിലാണ്. ഇനിയും നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫാർ ഇതൊരു നല്ല ദിവസം, അടിപൊളി. ഇത്രയും ദിവസം നമ്മൾ ഡ്രൈ ലാൻഡുകളിൽ കൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നല്ല മഴയും തണുപ്പും ഉള്ള നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി. നല്ല പൈൻ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു നല്ല പർവ്വത നിരകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കൊളറാഡോ ഇസ് ഫേമസ് ഫോർ ദാറ്റ് ആൻഡ് ക്യാമ്പിംഗ്. അതുപോലെ RV പാർക്ക് ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാവുന്നതാണ്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വന്ന് കണ്ട് വിസിറ്റ് ചെയ്യാൻ പോകാനുള്ള അവസരമുണ്ടെങ്കിൽ എല്ലാവരും വന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് പോകാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ബൈ. പിന്നെ ഞങ്ങൾ നേരെ കൊളറാഡോയ്ക്ക് വിട്ടു. ജീവിതം മായപ്പമ്പരം, ഓരോ നേരവും മാറും പമ്പരം, പകുതി തിരിയെ സുന്ദരം, ഞൊടിയിടയിൽ നൊമ്പരം. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല പച്ചപ്പെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ പച്ചപ്പ്. എന്നിട്ട് ആ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ മേഘം ഇറങ്ങി താഴെ വന്ന പോലെ മഞ്ഞ്, ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഇതാണ് ടെലുറൈഡ് ഭയങ്കര ഒരു പ്രിറ്റി സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ ഡ്രൈ ലാൻഡ് കണ്ട് ഒരു പച്ചപ്പ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് കൊളറാഡോയിലെ ടെല്ലുറൈഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സിറ്റിയിലാണ്. ചെറിയ സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ സിറ്റി ഇത് തന്നെയാണ്. ഇവിടെ ഇതേ ഉള്ളൂ ഈ സിറ്റിക്ക് മുഴുപ്പ്. കാരണം ഇതിൽ കൂടുതൽ ഒരു ബിൽഡിംഗ് പണിയുവാനോ അല്ലെങ്കിൽ ഈ പ്രകൃതി സൗന്ദര്യം കളയുവാനോ ഈ സിറ്റി അനുവദിക്കില്ല. അതുകൊണ്ട് ചെറിയ ബിൽഡിംഗ് പണിത് വെച്ചിട്ടുള്ളൂ. അത് ലിമിറ്റഡ് ബിൽഡിങ്ങുകൾ മാത്രമേ ഇവിടെ പണിത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇവിടെ ഇനി അധികം കൂടുതലായിട്ട് പണിത് പോയാൽ ഈ സൗന്ദര്യം, പാറയുടെയും മലയുടെയും സൗന്ദര്യം പോകുന്നത് കൊണ്ട് ആണെന്നാണ് ഞങ്ങളിവിടെ അവരോട് ചോദിച്ചു മനസ്സിലാക്കിയത്.
അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ ഉള്ളത്. എല്ലാ ബിൽഡിങ്ങും ഇതാ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെറിയ ബിൽഡിങ്ങാണ്. ഇതിനപ്പുറം അതായത് 2 നില അല്ലാണ്ട് 3 നില ഒരു കുറ്റ ബിൽഡിംഗ് പോലും ഇവിടെ ഇല്ല. അതുപോലെ യാതൊരു കാരണവശാലും നല്ല തിരക്കില്ല. ഇപ്പം നിങ്ങൾ മുമ്പോട്ട് നോക്കിയാൽ തന്നെ കാണുന്നത് ഭയങ്കരമായ ഒരു മലയാണ്. അത് ഇവിടുത്തെ ഏറ്റവും വ്യൂ ആണ്. ഇവിടുത്തെ കൊളറാഡോയിലെ ഈ സിറ്റിയുടെ സൗന്ദര്യം വീക്ഷിക്കുന്ന ആ മലയിൽ നോക്കുമ്പോഴാണ്. അതാണ് ഇവിടെ പരസ്യത്തിലും എല്ലാം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളിത് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇവിടെ വരാനുള്ള കാരണവും ഇവിടെ വന്ന് കാണുന്നത്. അങ്ങനെ വളരെ ഭംഗിയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും അതിലേരിയൊക്കെ ആയിട്ട് ഓരോ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് കടകൾ പോയിരിക്കുന്നു. യാതൊരു തിരക്കുമില്ല. എപ്പോഴും ഇത് നടക്കുന്നതിന് കുഴപ്പമില്ല. ഒരു വശം നോക്കിയാൽ കംപ്ലീറ്റ് പച്ചപ്പായിട്ട് കിടക്കുന്നു. പിന്നെ വേറൊരു വശത്തോട്ട് നോക്കിയാൽ നല്ല കൂമ്പാരമായിട്ട് പാറ നിൽക്കുകയാണ്. അത് 14,000 സമുദ്രനിരപ്പിൽ നിന്നും 14,100 ശിഷ്ടം അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. നാളെ ഞങ്ങൾ അതിനോട് അടുത്ത് വരെയും പോകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറാവുന്ന വഴിയുണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിന് നേരെ നോക്കുക, മണ്ടയിലേക്ക് പോകുന്ന വഴി അവിടെ തുടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ ഞാൻ എൻ്റെ ക്യാമറയിൽ തന്നെ എടുത്ത ഫോട്ടോസാണേ. നല്ല രസമല്ലേ? എന്തായാലും അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഓരോ സിനിക് വ്യൂ പോയിൻറ്റും കാണും. ഞങ്ങൾ നിർത്തി നമുക്ക് ധൃതിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് വെതറൊക്കെ എൻജോയ് ചെയ്ത് ചെറിയൊരു ചാറ്റൽ മഴയുള്ളതുകൊണ്ട് ഒരു വെറ്റ് വെതറായിരുന്നു. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. ഇനിയായിരുന്നു ഡേ 6 ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അന്ന് ഞങ്ങൾ തിരിച്ച് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ വഴി ബ്ലോക്കായി. വഴിപ്പണി കാരണം ഞങ്ങൾക്ക് വണ്ടി മുന്നോട്ടും ഇല്ല പുറകോട്ടും ഇല്ല, കംപ്ലീറ്റ് സ്റ്റക്ക്. പിന്നെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് രാത്രി ഞങ്ങളുടെ 15 പാസഞ്ചർ വണ്ടിയിൽ ഞങ്ങൾ 12 പേരും നല്ല സുഖമായിട്ട് തലങ്ങനെയും വിലങ്ങനെയും കിടന്നുറങ്ങി. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. Good night and see you tomorrow.